അല്ലാതെ വീണ്ടും വന്നുകാണ്ടേ ഇന്നോട് അലറരുതിട്ടാ. അവ നിന്റെ അഹങ്കാരവും തൻ്റെ ഇടവും എനിക്കിഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ പോലെ പേടിച്ചു കളിക്കാതെ എൻ്റെ ഒപ്പത്തിനൊപ്പം സംസാരിക്കാൻ നീ കാണിച്ച ആ ധൈര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ അഹങ്കാരം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് നോക്കാം നിനക്കെന്നെ സഹിക്കാൻ പറ്റുമോ ഇല്ലയോ. ഷാനെ, എന്താ ഷാനെ ആകെ ഒരു ആലോചനയിലാണല്ലോ ഈ രാവിലെ തന്നെ? മുഖത്തൊക്കെ ഒരു സന്തോഷം കാണുന്നുണ്ടല്ല, എന്താടാ? ഒന്നില്ലാത്ത ഓഫീസിലെ ചില കാര്യങ്ങൾ ഓർത്തതാ. ഉമ്മ എവിടെ? ഇമ്മ അവിടെ ഉണ്ട്. ഇന്നാല് ഷാനെ, ഇന്നലെ വരെ ഈ അവന്റെ പേര് കേട്ടാലേ ദേഷ്യപ്പെട്ടിന്നയ്യേ. പെട്ടെന്ന് ഇപ്പൊ ഒരു കല്യാണത്തിന് സമ്മതിക്കല് എന്താടാ കാര്യം? ഉമ്മക്ക് ഈ കല്യാണം നടക്കണമെന്ന് വലിയ ആഗ്രഹമില്ല താത്ത. അതിന്റെ ഇടയിൽ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞത് ഏതാലേ താത്ത ഇപ്പൊ വിശ്വസിച്ച്. ഞാൻ ചായ എടുത്ത് കുടിക്ക്. റാനിയെ, റാനിയെ, ഈ പെണ്ണ് ഇതവിടെ പോയി കെടുക്കാണ്. പെണ്ണിനോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. റാനിയേ, ഫാത്തിമ, ഫാസിൽ ഇത് എവിടേക്ക് പോയതാണ്? ഓനോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തമ്മ വിളിച്ചത്? ഞാൻ എന്നോട് ഇന്നലെ സൂചിപ്പിച്ചില്ലേ, അതേമാതിരി തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ആന്റെ നിശ്ചയം മുട്ടാടുക്കലൊക്കെ ഉണ്ടല്ല, അതൊക്കെ ലളിതായിട്ട് നടത്തിയാൽ മതി. അത്യാവശ്യം നിലയും വിലയുള്ള കുടുംബക്കാരാണ് ഞമ്മള്. അപ്പൊ ഞമ്മളെ പെരയൊക്കെ ഷാന്റെ പെണ്ണ് കയറി വരുമ്പോഴേ അത്യാവശ്യം നല്ല സ്ത്രീധനവും പണ്ടും ഓരും ഞമ്മക്ക് തരണം. അത് നമ്മൾ ഓരോട് ചോദിക്കന്നെ വേണം. ഇജേ ആ അഫ്സലിന്റെ പെങ്ങൾക്ക് വിളിക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാണ്ടി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും. അതാകുമ്പോ നാലാളടേന്നേ സഭയെന്നേ ഒറ്റയടിക്കാൻ അങ്ങോട്ട് പറയണ്ടല്ല. റാനിയ, ഉമ്മ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പെണ്ണിന്റെ വീട്ടുകാരെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവരത്ര വലിയ പണക്കാരൊന്നല്ല. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്തിനാണ് കുറെ സ്വർണം സ്ത്രീധനൊക്കെ? അതിന്റെ വല്ല ആവശ്യമുണ്ടാ? നമ്മളെ വീട്ടിൽ തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും സ്വർണ്ണമൊന്നും കെട്ടി നടക്കൂലമ്മ. അതേ അമ്മ, ഷാനിനെ ഇങ്ങനെയുള്ള സ്ത്രീധന കാര്യത്തിലൊന്നേ താല്പര്യമില്ല എന്നുള്ളതേ ഇമ്മക്ക് അറിയണ തന്നെയല്ലേ. ഇങ്ങളാരും ഇന്നെ പഠിപ്പിക്കാൻ വരണ്ട. പ്രത്യേകിച്ച് ഫാത്തിമ, ഈ ആദ്യം അന്റെ കെട്ടിയോനെ പഠിപ്പിക്കാൻ നോക്ക്. എന്നിട്ട് ഈ അമ്മായിമാനെ പഠിപ്പിക്കാൻ വന്നാൽ മതി കേട്ടാ. ഇക്ക് ഒറ്റ വാശിയുള്ളൂ, ഞാൻ ചോദിച്ച സ്ത്രീധനം പണ്ട് ഒരു തന്നേ പറ്റുള്ളൂ. എന്നാലാണ് ഓരോ മകളെ കൊണ്ട് നമ്മളെ ഷാനിനെ കെട്ടിക്കൊള്ളൂ. ഇതിപ്പോ ഷാന് കല്യാണത്തിന് സമ്മതിച്ചാണെങ്കിലും ഞാൻ ഓനോട് പറയാണ് ഇജ് കെട്ടണ്ടെന്ന് പറഞ്ഞാൽ ഓൻ കെട്ടൂല. ഷാൻ കാക്കാന്റെ കല്യാണം ഉണ്ടല്ല, ഈ മച്ചവടാക്കാൻ വേണ്ടി നോക്കണ്ട. അനാവശ്യമായിട്ട് എന്തെങ്കിലേ ചോദിച്ചും കണ്ട ആ പാങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഷാങ്കാക്ക അറിയും. അവ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പെരൻ്റെ ഉള്ളിലെ എന്താ നടക്കാൻ പോണതെന്നുള്ളതേ ഇമ്മാക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നീയല്ല. അവനക്ക് ഈ പണ്ടോ സ്ത്രീധനം കേൾക്കണതിന് പണ്ടേ വെറുപ്പാണ്. പിന്നെമ്മ, ഞാൻ ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ആമിനാത്താനി ഫാത്തിമാത്താനി ഈ പെരൻ്റെ ഉള്ളിലേക്ക് കാട്ടണ മാരിക്കേ ആ പെൺകുട്ടിനെ കാട്ടാന്നുള്ളേ ഇമ്മ വിചാരിക്കണ്ട. കാരണം ഫാസിലാക്കാൻ്റെ ഫാദാക്കാൻ്റെ സ്വഭാവമല്ല ഷാനിന്. അത് ഉമ്മക്ക് നല്ലോ അറിയാല. ഒരു സ്ത്രീധനം പണ്ടും കൊണ്ട് വന്നു. ഇനി ഇജ്ജെന്താ ഫാത്തിമ ഇങ്ങനെ നോക്കി നിക്കണത്? എന്റെ മകൾ എന്നോട് ചാടി കളിച്ചതിന് മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടാവൂലേ? ചെല്ല് ആ അടുക്കള ചെന്നിട്ട് വല്ല പണി എടുക്കാൻ നോക്ക്. എന്നെ എങ്ങനെ നോക്കി നിൽക്കാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താന്നുള്ളതേ ഇപ്പൊ ആർക്കും മനസ്സിലാവൂല. മനസ്സിലാവണമെന്നുണ്ടെങ്കിലേ കുറച്ചങ്ങോട്ട് കഴിയണം. അപ്പൊ മേപ്പോട്ട് നോക്കിയിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല.
മരമാക്കം ഇന്ന് വിളിച്ചില്ലല്ലോ. ഇവനക്കിത് എന്ത് പറ്റി? അല്ലെങ്കിൽ രാവിലെ 2 കലിപ്പിട്ട് വിളിക്കണാണ് ഞാൻ തന്നെ വലിയ ആളെന്നുള്ള രീതിയിൽ. എന്നാലിത് എനിക്ക് എന്ത് പറ്റി? രണ്ടെണ്ണം അവനോട് പറയാനൊരു സമാധാനമില്ല. പറഞ്ഞ് ലാസ്റ്റ് അവനെ കൊയ്യിലാക്കണോ? അവ എടി ഈ വരൂല നാളെൻ്റെ കൂടെ ഡോക്ടറെ കാണിക്കാൻ. ഇക്കുന്ന മറ്റന്നാളെ അഫ്സലാക്കാർക്ക് പോവാം. ഇമ്മന്ന് രാവിലെ വിളിച്ചിരുന്ന് ഈ എന്താ കണ്ട് വരണേന്ന് വെച്ചാണ്ട് മുട്ടാടുക്കലിൻ്റെ തലേന്ന് ഞാൻ ഇങ്ങോട്ട് വരണ്ട്. 2 ദിവസത്തിന് നിൽക്കാൻ വന്ന ഞാനേ ഇപ്പോൾ വന്നിട്ട് 1 മാസം ആവാനായി. ഇപ്പം എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് കണ്ട് പോവാന്നും കരുതി. വരൂലേ? നമുക്ക് പോവാം നാളെ. എൻ്റെ കല്യാണം കൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമോ തോന്നണെങ്കിൽ മോളെ. ആ ടൈമിൽ ഞാൻ എന്തായാലും പ്രസവിച്ച് കൊടുക്കാം. കഴിഞ്ഞ മാസം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞതാണ് കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് തോന്നണ ഡേറ്റ് വരെയൊക്കെ പോകുന്നുള്ളത്. അല്ലടി പിന്നെ അവൻ വിളിച്ചിരുന്ന എവിടെ വിളിക്കണ്? ഞാനും കരുതി ഇന്ന് രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേനൊരു വിളി ഉണ്ടാവും. 11 മണിയായി, ഇതുവരെ വിളി കണ്ടിട്ടില്ല. പക്ഷെ 2-3 ദിവസമായി അവൻ്റെ ഈ മാസം ഡയലോഗൊക്കെ കേട്ടിട്ടേ ഇപ്പോൾ ആ ഡയലോഗ് കേൾക്കാനിട്ടേ ഉറക്കം കിട്ടാത്ത പോലെ. എടി റീനു വഴി വന്ന ആലോചന അല്ലത്. പക്ഷെ അവൻ്റെ സംസാരം കേട്ടിട്ട് ഏകദേശം ഇപ്പം അവൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. പിന്നെ റീനു പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ അമ്മ കുറച്ച് കലിപ്പാണ് എന്നുള്ളത്. പിന്നെ നമ്മളെക്കാട്ടിയും കുറച്ച് പണക്കാരും ആണേനും. ആ റാണി എന്ന് പറഞ്ഞ നാത്തൂനുണ്ടല്ലോ, അത് പാവാണാല. പിന്നെ അവിടെ ഉണ്ടാലോ ഫാത്തിമ, ആമിന എന്ന് പറഞ്ഞ 2 മൂത്തച്ചികൾ എനിക്ക്, അതും പാവാണാല. പക്ഷെ ഇമ്മ ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നോട് ഇവള് പറയേട്ടോ, റീനു പറയേ എനിക്കൊരു പേടി ഈ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലേ കഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം. പിന്നെ ഷാൻ്റെ ഈ സ്വഭാവം. എൻ്റെ പൊന്നു താത്ത, ഈ പണം പത്രാസൊക്കെ നോക്കിയിട്ടാണോ ഒരാൾ അളക്കണത്? കേട്ടത് വെച്ച് നോക്കുമ്പോഴേ ഷാൻക്കേ ആ കലിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. നേരുള്ള ആളാന്നാണ് എൻ്റെ ഫ്രണ്ട് വഴിയൊക്കെ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അത് ശരിയാണെങ്കിൽ പറഞ്ഞത്. ഇപ്പോൾ റീനു എന്നോട് പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ആ പുറത്തുള്ള കലിപ്പ് തന്നെ ഉള്ളൂ, ഉള്ളിൽ കുറച്ച് സാധാപം പാവമൊക്കെ ഉള്ള ഒരാളാണ് എന്നുള്ളത്. അതിന് ഈ മെരുക്കിയെടുത്താൽ മതി. അതൊക്കെ എൻ്റെ കഴി കൊണ്ട് ഈ ചെയ്യുന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. കല്യാണത്തിന് വരെ സമ്മതിച്ചില്ല അവന് എൻ്റെ ആ ഡയലോഗിൽ. അത് നിങ്ങൾ രണ്ടാളും കൂടി എന്തായിക്കോളെ, രണ്ടും കണക്കാണ്. ഈ അത്ര വലിയ മോശമൊന്നുമില്ല. പക്ഷേ എനിക്ക് അവിടുത്തെ ഉമ്മാൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ്, ആ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ഭയം ഉള്ളിൽ. എനിക്ക് അതിലൊന്നും ഒരു പേടില്ല താത്ത. നല്ല നേരുള്ള തൻ്റെ അവിടെയുള്ള ഒരാണാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഏതൊരു കലിപ്പ് ഞാൻ മാറ്റിയെടുക്കും. എനിക്ക് പൂർണ്ണ സമ്മതമാണ് ഈ കല്യാണത്തിന്. ഈ ഒരുപാട് മാറി. ആ പഴയ കാര്യമൊക്കെ ഉണ്ടല്ലോ ഈ താത്ത, അതൊക്കെ മറന്നതാ ഞാൻ. ഓർമ്മിപ്പിക്കല്ലേ. എനിക്ക് ഭാഗ്യമില്ല. ഈ ഒന്ന് പോയിക്കാ, വെറുതെ സെൻറ്റ് അടിക്കാതെ. ചെല്ല്. പിന്നെ അവ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാന്ന് കരുതിയിട്ടേ ഈ അങ്ങോട്ട് വിളിച്ചങ്ങാണ്ട് ഞാൻ അവനെ ചൊറിയാൻ നിൽക്കണ്ടട്ടാ. പിന്നെ ഇങ്ങളെ രണ്ടാളുള്ള ഈ കലിപ്പിലുണ്ടല്ല, ഇനി അഫ്സലാക്കാനും ഉൾപ്പെടുത്തരുത് കേട്ടോ. ഇല്ല താത്ത, ഞാൻ വിളിക്കൂല. അവൻ അങ്ങോട്ട് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കൂല. ഒരു കാര്യം പറഞ്ഞുതരാം. പിന്നെടി അക്ബറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് കേൾക്കേണ്ട താത്ത അക്ബറിന്റെ. അവൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അതൊക്കെ എൻ്റെ ഇഷ്ടം. ഈ പറഞ്ഞ് മനസ്സിലാക്കുക എന്തോ. എനിക്ക് അവൻ്റെ കേൾക്കണ്ട. ഇന്നാലിൻ്റെ കലിപ്പൻ ഷാനെ എവിടെ പോയി? എൻ്റെ ഉങ്കും ഡയലോഗും എവിടെ? കാറ്റ് പോയ ബലൂണിൻ്റെ പോലെ ആയോ? ഒരു സുഖയില്ലട ഈ വിളിക്കാഞ്ഞിട്ട്. കാര്യം എന്ത് പറഞ്ഞാലും 2 ദിവസം എന്നെ വിളിച്ചിങ്ങോട്ട് ഡയലോഗ് അടിച്ചിട്ടുള്ളെങ്കിലും എൻ്റെ വിളി കേൾക്കാഞ്ഞിട്ട് എന്തോ ഒരു പോലെ.
എന്താണ് ഷാനെ, രാവിലെ മുതൽ കാണുന്നതാണല്ലോ നിന്റെ മുഖത്ത് ആരും കാണാത്തൊരു ചിരി. ഈ കോഫി കുടിച്ചിട്ട് കാര്യം എന്താന്ന് പറ മോനെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കണ്ട നിത്യ. വർക്കിൽ ശ്രദ്ധിക്ക്. നീ പോയി ആ കയ്യിലെടുത്തുണ്ടാ. മോനെ ഷാനെ, ചുമ്മാ കള്ളം പറയല്ലേ. ഇന്നലെ വരെ ഈ മുഖത്ത് നല്ല കളിപ്പായിരുന്നു. അവ എന്നല്ലേ അവിടെ പേര്.